കുറെ നേരായല്ലോ നീ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ സ്ഥലം മാറിയതിന്റെ വിഷമാണോ? അതല്ലടി, ബാങ്കിലെ കാര്യം ഓർത്തിട്ടാ. അതൊക്കെ ശരിയാവും മോളെ. തുടക്കത്തിൽ എല്ലാവർക്കും ഇങ്ങനെയല്ലേ. നീ വാ, അകത്തൊന്നിരിക്കും. ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ സാരമില്ലായിരുന്നു. ഒരു സംശയം ചോദിക്കാൻ ചെന്നാ കടിച്ചു തിന്നാൻ വരും. അല്ലേലും നീ ഒരു തൊട്ടാവാടിയാ. മുഴുവൻ ആണുങ്ങളാ, ഞാൻ മാത്രം പെണ്ണ. നീ അപ്പൊ അതിന്റെ ഒരു സ്റ്റൈലിലങ്ങ് ഇരുന്നേക്കണം. ഗമയുള്ളവരൊക്കെ അപ്പൊ താനെ താഴെ വരും. മാനേജർ പാവമാ, ആ കള്ള പോലീസുകാരനാ മൂച്ച് കടിച്ചു കീറാൻ വരുന്നത് പോലെ. നിന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. ഞാനെങ്ങനെ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. എന്താ ഇത് പാതിരാത്രി രണ്ടും കൂടെ ലൈറ്റ് വിട്ട് പുരാണം പറിച്ചില്ല? മാസം കറണ്ടിന്റെ ബില്ല് എത്രയാവുന്നുണ്ടെന്ന് അറിയാമോ? അതിനല്ലേ 4.25 രൂപ അങ്ങ് എണ്ണി തിരുമ്പി തരുന്നത്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഈ നൈറ്റ് ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയായിരുന്നു. നന്ദ, മതിയുടെ ഒരുങ്ങി ഇത് തന്നെ പെണ്ണ് കാണാൻ പോകുന്നു. മണി 10 താങ്കളെ കയറ് പൊട്ടിക്കാതെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയെന്ന് വെച്ച് ആകാശം എഴിഞ്ഞോളൊന്നുമില്ല. തനിക്ക് അതൊക്കെ പറയാം. മാനേജർ ഇങ്ങനെ ആയാലോ എന്ന് മാനേജ്മെന്റ് ചോദിച്ചാലോ? ഉള്ള താല്പര്യത്തിന് കളയുന്നത്. ഓ, എന്ന് തുടങ്ങി കിലുക്കല് കിട്ടും എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഗ്ലാമർ നോക്കണ്ടേ? കുറച്ച് ദിവസമായി സാറിനെ ഞാനൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. എന്താ സംഭവം? സാറിനൊരു ആപത്ത് വരുമ്പോ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ? ആപത്തോ? അതെ, സാർ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? തൃശ്ശൂർ ഒരു ബാങ്ക് മാനേജരെ ആരോ ലോൺ ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നോ, അതിന് കേന്ദ്രമന്ത്രി അയാളെ പിടിച്ച് ചാടിച്ചെന്നോ ഓടിച്ചെന്നോ പിരിച്ചു വിട്ടെന്നോ. സാറിന് ആ ഗതി ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാ. അരവിന്ദാക്ഷൻ അറിഞ്ഞിട്ട് സാറിനോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊരു ചോദ്യം വരാനിടയാകരുത്. അരവിന്ദാക്ഷൻ ഇപ്പൊ എന്ത് ലോണാ വേണ്ടത്? അല്ല, അപ്പൊ സാറിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. വിവരമുണ്ട്. ആട്ടെ, എന്തൊക്കെ ലോണാ ഉള്ളത്? സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം, IRDP, അഗ്രികൾച്ചർ, അങ്ങനെ പലതുമുണ്ട്. തനിക്കിപ്പോ എന്ത് ലോണാ വേണ്ടത്? ഏതായാലും ശരി, നമുക്കൊരു 10,000 ഒക്കണം. എന്താവശ്യത്തിനാ? പശുവിനെ വാങ്ങാനോ, മാടക്കട നടത്താനോ, കോഴിയെ വളർത്താനോ? എന്ത് നടത്താം, എന്തിനെ വളർത്താം? കാശിഞ്ഞ് കിട്ടിയാൽ മതി. സർക്കാർ ഇങ്ങനെ ലോണൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളത് വാങ്ങിയില്ലെങ്കിലേ സർക്കാരിന് എന്ത് തോന്നും? സങ്കടം തോന്നും. അതെ അതെ. എന്നാലേ നമുക്കൊരു പശുവിനെ ആയിക്കളയാം. എന്താ? ആയിക്കോട്ടെ, പക്ഷെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പശുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഞങ്ങൾ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ലോൺ തരാവുന്നതാണെങ്കിൽ തരും. അല്ലാതെ കാശ് നേരത്തെ തരൂല അല്ലേ? ഇല്ല എന്ന് മാത്രമല്ല, ലോൺ 36 തവണകളായി തിരിച്ചടയ്ക്കുകയും വേണം. അടച്ചില്ലെങ്കിലോ? ജപ്തി. പശുവിനെ ഞങ്ങളൊന്ന് പിടിച്ചോണ്ടെങ്കിൽ പോരും. പശുവിനെ കെട്ടാനും കറക്കാനുള്ള സൗകര്യവും സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടോ സാറേ? ഇവിടെ വേറെ ജോലിയുണ്ട്. അല്ല, കേന്ദ്രമന്ത്രി ബാങ്ക് മാനേജറെ പിരിച്ചുവിട്ട ന്യൂസ് ഇല്ലേ, അത് ഇതിലാ. സാറിന് സമയം കിട്ടുമ്പോൾ വായിച്ചോ കേട്ടോ, ഇരിപ്പുണ്ട് ഇവിടെ. ഒരു പശുവിനെ സംഘടിപ്പിക്കണോ ലോണിന്റെ കാര്യം. ഒരു ശല്യമാണ്. സർ, എക്സ്ക്യൂസ് മീ, ഒരു ഡൗട്ട്. സോറി മീര, ഞാൻ ഇത്തിരി തിരക്കില്ല. ആ നന്നോട് ചോദിക്കും. എക്സ്ക്യൂസ് മീ സർ, ഒരു ഡൗട്ട്. ഡൗട്ട് ഇനിയും തീർന്നില്ലേ? ആകെ 40 തൊട്ടാൻ സംശയം. എന്താ ചോയി? ഈ എൻട്രി കറക്റ്റ് അല്ലേ സർ? സാറേ, നിസ്സാര കാര്യങ്ങൾക്ക് വരെ സംശയം. മാസം 1-2 ആയില്ലേ കുട്ടി വന്നിട്ട്. ഇനി എന്നാ ഇതൊക്കെ പഠിക്കുക? ചമഞ്ഞൊരുങ്ങി നടന്നാ പോരാ, തലേലേ. നിക്ഷേപ സമാഹരണത്തിന് കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപയായിരുന്നു ബ്രാഞ്ചിന്റെ ലക്ഷ്യം. ഇക്കൊല്ലം അത് 15 ലക്ഷം വേണമെന്നാണ് ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം. ഹെഡ് ഓഫീസിൽ ഇരിക്കുന്നവർക്ക് അവിടെ ഇരുന്ന് അങ്ങോട്ട് നിർദ്ദേശിച്ചാൽ മതി. ഈ കുഗ്രാമത്തിൽ എവിടെ നിന്നുണ്ടാക്കാനാ 15 ലക്ഷം രൂപ? ഡിസംബർ 31 മുമ്പ് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഗൾഫ് പണം വന്നു തുടങ്ങിയിട്ടുണ്ട്. കൃഷിക്കാരുടെ കയ്യിലും കാശുണ്ട്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓരോരുത്തരും ഒരു നിശ്ചിത തുക വീതം. ആളൊന്നുക്ക് 1 ലക്ഷം രൂപ. മീതയ്ക്കൊരു കൺസൾട്ടേഷൻ 50,000 സംഘടിപ്പിച്ചാൽ മതി. ബാക്കി ഞാനും നന്ദിനോട് ഒപ്പിച്ചോളാം. സർ, എനിക്കിവിടെ ആരെയും അറിയില്ല. അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നതല്ലേ ഉള്ളൂ. ദയവായി എന്നെ ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ ഒക്കുവോ? ശ്രമിക്കണം. ഇവിടെ മുളച്ചുണ്ടായവരല്ല ഞങ്ങളാരും. എന്തെങ്കിലും ചൂടാവുന്നേ?
ചൂടായതൊന്നുമല്ല, കാര്യം പറഞ്ഞതാ. നിക്ഷേപ സമാഹരണം എല്ലാവരും കൂടെ പരിശ്രമം കൊണ്ടേ നടക്കൂ. അതിൽ നിന്ന് ഒരാളെ ഒഴിവാക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കാര്യത്തിന് നാട്ടിലിറങ്ങി 4 പേരെ കണ്ടുവന്ന് വെച്ച് കയ്യിലെ വളയൊന്നും ഊരിപ്പോവില്ല. നന്ദാ മതി. നീ വിഷമിക്കാതെ. ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്തില്ലെന്ന് വെച്ച് നിന്നെ പിരിച്ചുവിടാനൊന്നും നിയമമില്ല. അയാളോട് പോകാൻ പറ മോളെ. അതല്ല ചിത്രേ, അയാളുടെ കുത്തുവാക്കും ശകാരവും കൂടും. അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ നീ ചെയ്യോ? എന്താ രാവിലെ രണ്ടുപേരും കൂടി? ചേച്ചി, ഞാനും ഇവളും തമ്മിലൊരു തർക്കം. ഇവള് പറയുന്നു ചേച്ചിക്ക് 32 വയസ്സെങ്കിലും കാണുമെന്ന്. ഞാൻ പറയുന്നു 27 ഒട്ടും കൂടില്ലെന്ന്. ബെറ്റുണ്ട്. എന്റെ കാശ് പോവോ? ദേ ഈ വെളിച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത്. എന്റെ ചേച്ചി, നല്ലൊരു കാര്യം പറഞ്ഞു വരുമ്പോ ഇങ്ങനെ ആയാലോ? വയസ്സ് എത്രയായാലെന്താ? ചേച്ചിക്ക് നിത്യ യൗവനല്ലേ? നീ പണ്ടേ വിളഞ്ഞ വിത്ത കൂടെ കൊണ്ടുവന്ന് ഈ പാവത്തിനെ കൂടെ ചീത്താക്കരുത്. ആഹാ, ഇപ്പൊ എനിക്കായോ കുറ്റം? സത്യത്തിൽ ആലോചന കൊണ്ടുവന്നത് ഇവളാ. എന്താലോചന? അതെങ്ങനെയാ? പറഞ്ഞ കൊല്ലാൻ വന്നാലോ? നീ കാര്യം പറ ചിത്രേ. ഇവളുടെ ബാങ്കിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ ഒരു 30-35 വയസ്സ് വരും. പക്ഷെ കണ്ടാൽ അത്രയൊന്നും തോന്നുകയില്ല. അയാൾ ചേച്ചി അറിയും. അറിയെന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് അറിയും. അയാൾക്ക് ചേച്ചി ഒന്ന് കാണണമെന്ന്. എന്നെയോ? എന്തിന്? അയാൾ എന്തിനാ എന്നെ കാണുന്നത്? കാണുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇഷ്ടം തോന്നിയിട്ട്. പലയിടത്തും വെച്ച് അയാൾ ചേച്ചിയെ കാണാറുണ്ട്. ചിലപ്പോ ചേച്ചിയെ കാണാൻ വേണ്ടി മാത്രം അയാൾ ഇതിലെ സ്കൂട്ടറിൽ കറങ്ങാറുമുണ്ട്. ഇവൾ ഇവിടെ താമസിക്കുന്നെന്ന് അറിഞ്ഞപ്പോ തൊട്ട് അയാൾ ഇവളുടെ പുറകെയാ. ചേച്ചിയോട് ഈ വിവരം ഒന്ന് പറയണമെന്ന്. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല പിള്ളേരെ? എന്ന് വെച്ചാൽ ഞാൻ ഇതിലിടപെട്ടത് സത്യത്തിൽ ചേച്ചിയുടെ കാര്യമായതുകൊണ്ടാ. അയാൾ വന്ന് ചേച്ചി ഒന്ന് കണ്ടോട്ടെ, അതിനിപ്പോ നമുക്കെന്താ നഷ്ടം? ഒരു കാര്യം തീർച്ചയാ, കണ്ടാ ചേച്ചിക്കും ഇഷ്ടപ്പെടും. യോഗ്യൻ, സുമുഖൻ, അന്തസ്സുള്ള കുടുംബത്തിലെ ഒരേ ഒരു മകൻ. ചേച്ചിയുടെ കുടുംബത്തെക്കുറിച്ച് അയാൾ മേരിയോട് ചോദിച്ചു. ഇവള് വച്ചങ്ങ് കീച്ചുകയും ചെയ്തു. ചേച്ചിയുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടെന്ന്. പക്ഷേ അയാൾക്ക് കാശും സ്വത്തുന്നല്ല കാര്യം. ചേച്ചിയോടാ. ചേച്ചി പറ, അയാളോട് എന്നാ വരാൻ പറയണ്ടേ? ഇവിടെ ആരും വരെയും വേണ്ട, കാണുകയും വേണ്ട. ഇനിയിപ്പോ ഈ വയസ്സുകാലത്താ എനിക്ക്. പിന്നെ ആര് പറഞ്ഞു ചേച്ചിക്ക് വയസ്സായെന്ന്? അല്ലെങ്കിൽ തന്നെ ഇത് അയാൾക്ക് ഇഷ്ടായിട്ടല്ലേ? പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ആരോ പറഞ്ഞതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ വേണമെങ്കിൽ ആ പോട്ടേന്ന് വെക്കാം. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ ചേച്ചി എതിർപ്പൊന്നും പറയരുത്. ഞങ്ങൾ അയാളോട് വരാൻ പറയും ഈ ആഴ്ചയിൽ എന്തെങ്കിലും. ചേച്ചി ഒന്നും അറിയണ്ട. അയാൾ വരുമ്പോ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഒന്ന് നിന്നേച്ചാ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു.